നമസ്കാരം. ദ പാത്ത് ഇസ് എ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ള ഈ എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ആക്സെപ്റ്റൻസാണ്. സ്വീകരിക്കുക. നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളും വരും. നമ്മളതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ, റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ശക്തി കൂടുന്നതായിട്ട് കാണാം. അത് നമ്മുടെ ജീവിതത്തിനെ ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഇഷ്ടമില്ലാത്ത ഒരു അനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവോയ്ഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നു. നമ്മൾ ലക്ഷ്യം മറന്നു പോകുന്നു. ഇതാണ് പലരും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരുപാട് പഠിപ്പുണ്ടാവും, അറിവുണ്ടാവും, പക്ഷേ ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അവരുടെ ജീവിതത്തിനെ പ്രശ്നം നിറഞ്ഞതാക്കാൻ സാധിക്കുന്നു. അവിടെ ഒരിക്കലും നമ്മുടെ ഉള്ളിൽ ഒരു വെറുപ്പോ വേദനയോ ഇല്ലാതെ സ്നേഹത്തോട് കൂടിയിട്ട് അവരെ സ്മരിക്കുകയും അല്ലെങ്കിൽ ആ ഒക്കേഷൻസ് സ്മരിക്കുകയും സന്തോഷത്തോടെ അവ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത്ത് വളരുകയാണ് ചെയ്യുക. നമ്മളതിൽ നിന്ന് പഠിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും നമ്മളെ ഉയർത്തുന്നവയാണ്. നമ്മളതുകൊണ്ട് അവയെ ബ്ലെസ് ചെയ്യണം, സ്നേഹത്തോടെ ബ്ലെസ് ചെയ്യണം. നമ്മൾ സ്നേഹിക്കുമ്പോൾ അതും നമ്മൾ ഒന്നായി മാറുന്നു. അതുകൊണ്ടാണ് അബ്രഹാം ലിങ്കൺ പറഞ്ഞത്, ഒരു ശത്രുവിനെ കീഴടക്കാനുള്ള ഏറ്റവും എളുപ്പവഴി അയാളെ ഫ്രണ്ടാക്കുക എന്നുള്ളത്. മനസ്സിൽ അതിൻ്റെ മിത്രമാണെന്ന് വിചാരിക്കുക. അതോടുകൂടിയിട്ട് എനിമിറ്റി ഇല്ലാണ്ടായി മാറുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നെങ്കിൽ ആ പ്രശ്നമല്ല, അത് എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയൊരു പാഠം പഠിപ്പിക്കാൻ വന്ന ഒരു അനുഭവമാണ് എന്നുള്ള രീതിയിൽ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു. നമ്മുടെ പ്രവൃത്തി സമയത്ത് ആരെങ്കിലും ഡിസ്റ്റർബ് ചെയ്യണം, അല്ലെ ഏതെങ്കിലും ഒരു പ്രശ്നം ഡിസ്റ്റർബ് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട എവിടെയാണ്? ഫോക്കസ് ചെയ്യേണ്ട ജോലിയിൽ. ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, വർക്കാണ് എല്ലാത്തിനുമുള്ള സൊല്യൂഷൻ. ബാബുജി മഹാരാജിൻ്റെ ജീവിതത്തിൽ
അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഓഫീസിലുള്ള സീനിയർ എംപ്ലോയിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് അദ്ദേഹം ജോലി വിടാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്പിരിച്വലായിട്ടുള്ള അവേക്കനിങ്, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഡയറക്റ്റായിട്ട് സീനിയർ മോസ്റ്റ് ഓഫീസറായിട്ടുള്ള കളക്ടർക്ക് സമർപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രേരണ നൽകി. എന്നിട്ട് അദ്ദേഹം സഹായിച്ചിട്ട് ബാബുജി മഹാരാജ് ആ ജോലിയിൽ കൂടുതൽ നന്നായി, മറ്റേയാളുടെ ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടായി മാറി. ഒടുക്കം മറ്റേയാൾ വിഷമങ്ങൾ അനുഭവിച്ചു എന്നും ബാബുജി മഹാരാജ് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം വരുമ്പോൾ, ജീവിതത്തിൽ വരുമ്പോൾ റിവറിൻ്റെ ഉദാഹരണം എടുക്കണം എന്ന് നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞു. ഒരു പുഴ ഒഴുകുമ്പോൾ വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ മുഴുവൻ മാറ്റാൻ നോക്കുന്നില്ല. തുടക്കത്തിൽ അരുവിയാവും, കല്ലിൻ്റെ സൈഡിൽ കൂടെ പോകുന്നു, വലിയ വലിയ കല്ലുകളുടെ സൈഡിൽ കൂടെ പോകുന്നു. അതിൻ്റെ ലക്ഷ്യം കടലിലെത്തുക എന്നുള്ളതാണ്. ആ തരത്തിൽ ഉള്ള യാത്രയിൽ ചിലപ്പോൾ ഈ കല്ലൊക്കെ പതുക്കെ പതുക്കെ പൊടിയായിട്ട് ഡിസോൾവ് പുഴ വലുതായി 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 വരുന്നു. രാവണപ്രഭു എന്നുള്ള സിനിമയിൽ ഒരു സീനുണ്ട്. മംഗലശ്ശേരി നീലകണ്ഠൻ മുണ്ടക്കൽ ശേഖരനോട് പറയുകയാണ്, പ്രായമാകുമ്പോൾ മുണ്ടക്കൽ ശേഖരൻ കേസിൽ കുടുക്കിയിട്ട് മംഗലശ്ശേരി നീലകണ്ഠനെ തറവാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണ്. വഴിയിൽ വെച്ചിട്ട് മുണ്ടക്കൽ ശേഖരൻ പറയാം, നിന്നെ ഈ രീതിയിൽ കാണാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അപ്പോൾ മംഗലശ്ശേരി നീലകണ്ഠൻ പറയുന്നു, ഞാൻ താണ്ടിയ വഴിയിൽ എൻ്റെ കാലിൽ കുത്തിയ ഒരു മുള്ളാണ് നീ, അത് ഞാൻ എന്നെ എടുത്തു കളഞ്ഞു, ഇനി നീ കുത്തിയാൽ എനിക്ക് നോവില്ല. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡയലോഗായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കത് പിന്നെ നോവരുത്. നമ്മൾ ഉയർത്തിക്കഴിഞ്ഞു, ഈ ജീവിതത്തിൽ ആ ഒരു കാര്യം നമ്മൾ മറികടന്നു കഴിഞ്ഞു, ട്രാൻസെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനിയും വലിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി. ഒരു ചെറിയ വേദന സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ വലിയ വേദനകൾക്ക് തയ്യാറാവുക എന്നാണ് ആചാര്യജി മഹാരാജ് പറഞ്ഞത്. ഏറ്റവും വലിയ വേദന നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുക, ഈ ശരീരം വിട്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പ്, ശരീരം വിട്ടുപോകുന്ന പറഞ്ഞാൽ മരണത്തിന് തയ്യാറാവുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തു. അതിനേക്കാളും ഉപരി അനന്തമായ ജീവിതത്തിന് വേണ്ടി തയ്യാറാവുക എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം. പ്രിപ്പയറിങ് ഫോർ എറ്റേണൽ ലൈഫ്. എറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ. ഓരോ നിമിഷവും സ്നേഹം നിറഞ്ഞതാവുന്നു. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ തുടക്കം മുതൽക്ക് തന്നെ ആക്സെപ്റ്റൻസ് കുട്ടികളിൽ കൊണ്ടുവരണം. വലുതാവുമ്പോൾ അത് മെച്യൂർ വരണം. എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുക, സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യുക, ബെറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കത്തി കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ് മൂർച്ച കൂടുന്നത്. അതുപോലെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട് ആ കണ്ടീഷൻ ട്രാൻസെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉത്തരവാദിത്വത്തിൽ വളരുന്നു. നേരെ മറിച്ച് പ്രശ്നത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ആൾക്കാർ ഒരിക്കലും വളരുന്നില്ല. എവിടെയാണോ അവിടെ നിൽക്കുന്നു, ഒരു റിയാക്ഷനിൽ വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റിയാക്ഷൻ റെസ്പോൺസിലേക്ക് കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് മാറാനുള്ള ഏറ്റവും എളുപ്പവഴി ആക്സെപ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ആക്സെപ്റ്റൻസ്, സ്വീകാര്യത പതുക്കെ നമ്മളെ ശരണാഗത ഭാവത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ് ദാജി പറഞ്ഞത്. ശരണാഗതി എന്ന് പറഞ്ഞാൽ സമർപ്പണം, സറണ്ടർ എന്നാൽ തോറ്റു കൊടുക്കുക എന്നുള്ളതല്ല. സ്നേഹത്തോട് കൂടിയിട്ട് ഞാനും അതും ഒന്നായി മാറുക, പൂർണ്ണതയും ഒന്നായി മാറുക, അതാണ് ശരണാഗതി. ഡിഫറൻസ് ഇല്ലാണ്ടായിട്ട് മാറുക. അപ്പോൾ ഡിവൈനും ഞാനും എന്നുള്ള ഡിഫറൻസ് ഇല്ലാണ്ടായി മാറുന്നു. അഹംബോധം പൂർണ്ണമായിട്ടും ഇഴുകിച്ചേരുന്നു. ഈ അഹംബോധം ഇഴുകിച്ചേരാനുള്ള ഏറ്റവും എളുപ്പവഴി ആക്സെപ്റ്റൻസ് ആണ്. ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഇൻട്രോസ്പെക്റ്റ് ചെയ്യൂ. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.